ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരിക്കൽ ഒരു പിതാവ് 2 മക്കൾക്കായി 2 മാവിൻ തൈകൾ വാങ്ങി നൽകി. രണ്ടുപേരും അത് വീടിന് സമീപമുള്ള പറമ്പിൽ നട്ടു വളർത്തി. ഇളയ മകൻ അവൻ്റെ ചെടിക്ക് എന്നും രാവിലെയും വൈകിട്ടും വെള്ളവും ആഴ്ചയിലൊരിക്കൽ വളവും ഒക്കെ നൽകി പരിപാലിച്ചു പോന്നു. എന്നാൽ മൂത്തയാൾ ആവശ്യത്തിന് മാത്രം പരിലാളന നൽകിക്കൊണ്ടിരുന്നു. കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും ചെടികൾ വളർന്ന് ചെറിയ വൃക്ഷങ്ങളായി മാറി. പക്ഷേ ആ വർഷത്തെ ശക്തമായ കാറ്റിൽ ഇളയ ആളുടെ മാവ് വേരോടെ പറഞ്ഞുപോയി. അവന് വലിയ സങ്കടമായി. അവൻ അപ്പനോട് ചോദിച്ചു, അപ്പാ, ഞങ്ങൾ 2 പേരും ഒരുമിച്ച് നട്ട ചെടികളാണല്ലോ, എന്നിട്ടും എൻ്റെ മാവ് മാത്രം എന്താ മറിഞ്ഞു വീണത്? ചേട്ടൻ്റെ മാവിനൊരു കുഴപ്പവുമില്ലല്ലോ. അപ്പൻ പറഞ്ഞു, മകനെ, നീ എന്നും വെള്ളവും വളവും ഒക്കെ നൽകിയതിനാൽ മാവിൻ്റെ വേരുകൾ ദൂരേക്കെങ്ങും സഞ്ചരിച്ചില്ല. പക്ഷേ ചേട്ടൻ്റെ ചെടിയുടെ വേരുകൾ വെള്ളവും വളവും ലഭിക്കാനായി വളർന്നുകൊണ്ടിരുന്നു. അതുകൊണ്ട് അതിന് ആഴത്തിൽ നല്ല ഉറപ്പുണ്ടായിരുന്നു. ആഴത്തിൽ വേരില്ലാതിരുന്നത് കൊണ്ടാണ് നിന്റെ ചെടി കാറ്റത്ത് വീണുപോയത്. ശരിയാണ്, ആഴത്തിൽ വേരുറപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ചെടികൾ മാത്രമല്ല മനുഷ്യനും വീണുപോകും. ജീവിതത്തിൽ വരുന്ന കഷ്ടപ്പാടുകളൊക്കെ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ പാഠങ്ങളാണ്. ചെറിയ കാറ്റിൽ വീണു പോകാതിരിക്കാൻ ആഴത്തിൽ വേരുറപ്പിക്കാൻ പഠിപ്പിക്കുന്ന അനുഭവങ്ങൾ. തീയിൽ കുരുത്തത് വെയിലത്ത് വാടില്ല എന്ന് കേട്ടിട്ടില്ലേ? പ്രതിസന്ധികളും കഷ്ടതകളുമൊക്കെ ആഴത്തിൽ വേരുറപ്പിക്കാൻ സഹായിക്കുന്നവയാണ്. ഞാൻ ഒത്തിരി കഷ്ടതകളും പ്രയാസങ്ങളും ഒക്കെ ജീവിതത്തിൽ അനുഭവിച്ചതാണ്. അതുകൊണ്ട് എൻ്റെ മക്കളെ ഒരിക്കലും ആ വേദനകൾ അനുഭവിക്കുവാൻ ഞാൻ സമ്മതിക്കില്ല എന്നാണ് ഇന്ന് പലരും ചിന്തിക്കുന്നത്. നല്ല കാഴ്ചപ്പാടൊക്കെയാണത്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ജീവിതത്തിൽ പ്രതിസന്ധികളും കഷ്ടതകളും ഒന്നും അറിയാതെ വളർന്നു വരുന്ന മക്കൾ എന്തെങ്കിലും ഒരു ചെറിയ വേദന അനുഭവിക്കുമ്പോഴേക്കും തളർന്നു പോകും. ജീവിതം മടുത്തെന്ന് പറയും. കുടുംബ ബന്ധങ്ങൾ വേണ്ടെന്ന് വെക്കും. കാരണം അവർക്ക് എങ്ങനെ പ്രതിസന്ധികൾ നേരിടണമെന്നറിയില്ല. പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള വഴികളും അറിയില്ല. ജീവിതത്തിൽ ആഴത്തിൽ വേരും ഉറപ്പിച്ചിട്ടില്ല. അമിതമായ സ്നേഹവും പരിലാളനകളുമൊക്കെ ജീവിതത്തിൽ ഗുണത്തേക്കാൾ ഏറെ ദോഷം ചെയ്തേക്കും. വള്ളവും ചെങ്ങാടവും ഒക്കെ ഉണ്ടാക്കുന്നവർ കാട്ടിൽ കയറി ഏറ്റവും ഉയരമുള്ള മരമാണ് അതിനു വേണ്ടി തിരഞ്ഞെടുക്കുന്നത്. കാരണം ഏറ്റവും കൂടുതൽ കാറ്റടിച്ചിട്ടുള്ളത് ഉയരത്തിലുള്ള വൃക്ഷത്തിനായിരിക്കും. ആ കാറ്റ് ശക്തമായി അടിക്കുന്നതിലൂടെ മരത്തിന്റെ കാതൽ വർദ്ധിക്കുകയും തടി കരുത്തുള്ളതായി മാറുകയും ചെയ്യും. ജീവിതത്തിലെ പ്രതിസന്ധികളും കാറ്റും മഴയും കോളും എല്ലാം നമ്മെ കരുത്തുള്ളതാക്കി മാറ്റണം. അതിൽ നിന്ന് ഓടി ഒളിക്കാനല്ല, അതിനെ എങ്ങനെ അതിജീവിക്കാമെന്നാണ് മക്കളെ പഠിപ്പിക്കേണ്ടത്. 2 കൊരിന്ത്യർ 12:10 പരിശുദ്ധ പൗലോസ്ലീഹ പറയുന്നു, ഞാൻ ക്രിസ്തുവിന് വേണ്ടി ബലഹീനത, കയ്യേറ്റം, ബുദ്ധിമുട്ട്, ഉപദ്രവം, ഞെരുക്കം എന്നിവ സഹിപ്പാൻ ഇഷ്ടപ്പെടുന്നു. കാരണം ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു. കഷ്ടതകൾ നമ്മെ ശക്തരാക്കി തീർക്കട്ടെ. പ്രതിസന്ധികൾ നമ്മെ ബലമുള്ളവരാക്കി തീർക്കട്ടെ. ജീവിതത്തിലെ കാറ്റും കോളുമെല്ലാം ക്രിസ്തുവിൽ ആഴത്തിൽ വേരുറപ്പിക്കാൻ സഹായിക്കട്ടെ. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.